ഇന്നലെ രാത്രിയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി വലിയൊരു ചുഴലിക്കാറ്റ് ഈ പോത്തുകല്ല് പഞ്ചായത്തിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ പല ഭാഗങ്ങളിലും അടിക്കുന്ന സാഹചര്യമുണ്ട്. അത് പ്രത്യേകിച്ച് ഈ പൂളപ്പാടം, പനങ്കയം, എരുമമുണ്ട ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇത് വലിയ നാശം വിതയ്ക്കുകയും ചെയ്തു. പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടി വീണ് വാഹനങ്ങൾക്ക് മുകളിലൂടെയും അതുപോലെ തന്നെ വൈദ്യുതി ലൈനിന് മുകളിലൂടെയൊക്കെ വീണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 4ഓളം വൈദ്യുതി പോസ്റ്റുകളാണ് ഈ ഭാഗത്ത് മാത്രം തകർന്നടിയുന്ന സാഹചര്യമുണ്ടായത്. ഇതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം പറഞ്ഞാൽ വലിയ തോതിൽ വ്യാപകമായ കൃഷിനാശം ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നത് ഒരു വാഴത്തോട്ടത്തിലാണ്. പക്ഷേ ഈ കാഴ്ച എന്ന് പറയുന്നത് ഓരോ ആളുകളെയും ഓരോ കർഷകൻ്റെയും ഒരുപക്ഷെ കണ്ണുനീര് ചാടിക്കുന്ന രീതിയിൽ അങ്ങേയറ്റം കരളലിപ്പിക്കുന്നൊരു കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അടുത്ത മാസങ്ങളിലായി വിളവെടുക്കാൻ നിൽക്കുന്ന ഒരു വാഴത്തോട്ടത്തിൻ്റെ അവസ്ഥയാണിത്. ഈ ഭാഗം മാത്രമല്ല, 2 ഭാഗങ്ങളിലായി ഏകദേശം 900ഓളം വാഴകളാണ് ഇത്തരത്തിൽ നശിച്ചിരിക്കുന്നത്. കർഷകർ നമ്മുടെ കൂടെയുണ്ട്. ഇവരായിരുന്നതിൽ കൃഷി നടത്തിയിരുന്ന ആളുകൾ. എന്താണ് ഇപ്പോൾ ഒരുപാട് മാസത്തെ അധ്വാനമാണ്, ഒരുപാട് 5-8 മാസത്തെ അധ്വാനമാണ് ഇപ്പോൾ. 2 മാസം കഴിഞ്ഞ് നമുക്ക് വിളവെടുക്കാനായ കൊലയാണ്. രാവിലെ വന്ന് നോക്കുമ്പോൾ ആകെ മനസ്സ് തകർന്ന പോലെ വേനൽക്കാലമായ സ്പ്രിംഗ്ലറൊക്കെ വെച്ച് നനച്ച് നല്ല കറക്റ്റായിട്ട് ഒരു നോട്ടം പോലും കുറയാതെ നോക്കി കിടന്നേ. നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. നല്ല പ്രതീക്ഷയായിരുന്നു. ഏകദേശം ഒരു 5-6-7 ലക്ഷം രൂപയുടെ വീട്ടിൽ കൊടുത്താൽ കിട്ടേണ്ട കൊല ആണ് പോയി കിടക്കുന്നത്. ലോണൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ സാധാരണ കൃഷി ചെയ്യുന്നത്. ഒരു വർഷത്തെ ലോൺ എടുത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. വലിയ ചുഴലിക്കാറ്റാണ്. രാത്രി ഒരു 8 മണിയോടുകൂടി ഭയങ്കരമായ കാറ്റ് കറങ്ങി അടിച്ച് മൊത്തത്തിൽ വന്നു. അത് ആർക്കും പ്രകൃതിയെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലല്ലോ. പലയിടത്തും വൈദ്യുതി പോസ്റ്റുകളൊക്കെ അണ്ടമാനം പോയി. ഇവിടെ അണ്ടമാനം പോസ്റ്റുകൾ മുറിഞ്ഞു പോയി, നേരെ മരങ്ങൾ വീണിട്ട് മുറിഞ്ഞു പോയി. ഇനി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊക്കെ എന്തെങ്കിലും കാര്യമായ സഹായങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇനി കൃഷി ചെയ്യാൻ പോലും കഴിയൂ. കൃഷിയിലേക്ക് തന്നെ ഇറങ്ങുന്ന കാര്യത്തിൽ ആശങ്ക എന്ന രീതിയിലേക്ക് ഇവരുടെ സാഹചര്യം ഒറ്റ രാത്രി കൊണ്ട് മാറി മറിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ, മലപ്പുറം.